ഏവർക്കും അൾട്ടിമേറ്റ് PSC ഗൈഡ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വൈകുണ്ഠ സ്വാമികളെ കുറിച്ചാണ്. നോക്കാം. വൈകുണ്ഠ സ്വാമികൾ ജീവിത കാലഘട്ടം 1809 മുതൽ 1851 വരെ. വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് 1809 മാർച്ച് 12 നാഗർകോവിലുള്ള സ്വാമിത്തോപ്പ് എന്ന സ്ഥലത്ത്. PSC മുൻ വർഷങ്ങളിൽ ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നാഗർകോവിലിലെ സ്വാമിത്തോപ്പ് എന്ന സ്ഥലത്ത് 1809 മാർച്ച് 12. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികളാണ്. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികളാണ്. എന്താണ് അറിയപ്പെട്ടിരുന്നത്? സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികളാണ്. വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ. മുടിചൂടും പെരുമാൾ എന്ന് മാതാപിതാക്കൾ നൽകിയ നാമം സവർണ മേധാവികളുടെ സമ്മർദ്ദത്തിനു വഴങ്ങി മുത്തുക്കുട്ടി എന്നാക്കേണ്ടി വന്നു. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ച വർഷം 1836. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്നത് സമത്വ സമാജത്തെയാണ്. മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. 1823 വൈകുണ്ഠസ്വാമി നയിച്ച മേൽമുണ്ട് സമരം 1859 ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമേകി. അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അയ്യാവഴി ക്ഷേത്രങ്ങളെ പൊതുവെ അറിയപ്പെടുന്നത് പതികൾ എന്നാണ്. അയ്യാവഴിയുടെ ചിഹ്നം തീജ്വാല വഹിക്കുന്ന താമര. വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് നിഴൽ താങ്കൽ. വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് അത്തളവിളൈ, കന്യാകുമാരി. വൈകുണ്ഠ സ്വാമി നിർമ്മിച്ച പൊതുകിണർ അറിയപ്പെടുന്നത് മുന്തിരിക്കിണർ അല്ലെങ്കിൽ സ്വാമിക്കിണർ. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വൈകുണ്ഠ സ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരുന്ന സ്ഥലം ശിങ്കാരത്തോപ്പ്. ആരുടെ കാലത്താണ്? സ്വാതി തിരുനാളിൻ്റെ കാലത്ത്. ജയിൽ എവിടെയായിരുന്നു? ശിങ്കാരത്തോപ്പ്. തൂവയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. എന്താണ് കൂട്ടായ്മയുടെ പേര്? തൂവയൽ പന്തി. നിശാ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് വൈകുണ്ഠ സ്വാമികളാണ്. ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികളുടെ കൃതികളാണ് അഖിലത്തിരുട്ട് അമ്മാനെ അരുൾനൂൽ. ഏതാണ്? അഖിലത്തിരുട്ട് അമ്മാനെ അരുൾനൂൽ. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന് എന്ന് പ്രസ്താവിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ഒന്നുകൂടെ നോക്കാം. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന് എന്ന് പ്രസ്താവിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയതും വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികളാണ്. തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീച ഭരണം എന്നും വിശേഷിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം അല്ലെങ്കിൽ വെളുത്ത പിശാചിൻ്റെ ഭരണം എന്നും വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ഇത്രയുമാണ് വൈകുണ്ഠ സ്വാമികളെ പറ്റി പഠിക്കാനുള്ള പ്രധാന പോയിന്റുകൾ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ് എടുത്തിട്ടുള്ളത്. എല്ലാവരും ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ പഠിച്ചേക്കുക. ഇത്തരത്തിലുള്ള ഒത്തിരി ഷോർട്സ് ആൻഡ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.